ആദിയിൽ സത്തും അസത്തുമില്ലായിരുന്നു. സൂര്യചന്ദ്രന്മാരില്ലായിരുന്നു. ജനന മരണങ്ങളില്ലായിരുന്നു. നിർഗുണവും നിരുപാധികവുമായ ഒരു മഹാചൈതന്യബോധമായിരുന്നു ആദിപ്രപഞ്ചം. അതിൽ നിന്ന് സമസ്ത ചരാചര ജന്മത്തിൻ്റെ ആദിമ കാഹളം പോലെ നാദവിസ്ഫോടനം, നാദബ്രഹ്മത്തിൻ്റെ ഓങ്കാരനാദത്തിൻ്റെ മഹോദയം. നാദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് ജലം. പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചത്തിൻ്റെ വിശാലമായ ജലപ്പരപ്പിൽ ആദിഭഗവാൻ ആലിലയിൽ പള്ളികൊണ്ടു. പരമ്പൊരുളായ ഭഗവാനും ശക്തിസ്വരൂപിണിയായ മായാദേവിയും അനന്തരം ചരാചര പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾക്കായി ഒത്തുചേർന്നു. ആദ്യം മഹാവിഷ്ണു, മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ്, പിന്നെ ബ്രഹ്മപ്രജാപതിയുടെ ഭ്രൂമധ്യത്തിൽ നിന്ന് ശ്രീ പരമേശ്വരൻ. അരക്കെട്ടിൽ നിന്ന് അസുരന്മാർ, വദനത്തിൽ നിന്ന് ദേവന്മാർ, പിന്നെ പിതൃക്കൾ, മനുഷ്യർ, ഒപ്പം രാവും പകലും സന്ധ്യയും നിലാവും. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളാൽ വ്യഷ്ടിരൂപവും സമഷ്ടിരൂപവുമാർന്ന് ചരാചര പ്രപഞ്ചം വളർന്നു. സ്ഥിതിയുടെ മഹാമൂർത്തിയായ ഭഗവാൻ ക്ഷിതിയിൽ അധർമ്മങ്ങൾ അധികരിച്ചപ്പോഴൊക്കെ അവതാരങ്ങൾ കൈക്കൊണ്ടു. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന. സമസ്ത ലോകവന്ദിതം കൃഷ്ണാവതാരം. ആ സമ്പൂർണ്ണാവതാരത്തിന് നിമിത്തമായി ഭവിച്ച അധർമ്മഭരിതമായ ഒരു കാലത്തിൻ്റെ കഥയിൽ കൃഷ്ണകൃപാസാഗര സമാരംഭം. കൃഷ്ണ 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 കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം. കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ. നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ. കൃഷ്ണ കൃഷ്ണകൃപാസാഗരം. നീരദ ശ്യാമളം കോമളം തനുവണിയുമൊരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോടു കാണണം. മനസ്സി ഗോപബാലനെ കേളിയാടി വന വേണുതിരസലാസ്യ ഭാവമൊടു രാസലീല തുടരൂ. കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം. കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ.
കൃഷ്ണ 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 കൃപാസാഗരം കാളിയ മർദ്ദനം നർത്തനം യദുകുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീന കൂർമ്മ കിഴി നാരസിംഹവടു രാമ രാമ ബലരാമ കൃഷ്ണനായി കൽക്കിയായി ദശരൂപമാർന്നതും വാസുദേവ മധുസൂദനായ നൃഹരേ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം എഴുന്നേക്കാൻ അറിഞ്ഞ് അടങ്ങുമല്ലേ? അറിയണം. അറിയിച്ച് തരുന്നുണ്ട് കുട്ടി സന്യാസി. എന്ത്? കംസരാജ്യത്തിൽ നാരായണ നാമജപമോ? അതെ, നാരായണ നാമജപം നിർത്താൻ പറഞ്ഞപ്പോ ധിക്കാരത്തോടുള്ള തർക്കുത്തരമായിരുന്നു പ്രഭു. ഭഗവത് നാമം നിരോധിച്ചത് ആരാണെന്ന് അറിഞ്ഞേ പറ്റുപോലും. അറിയണം, ഇവരത് അറിഞ്ഞേ പറ്റൂ. മഹാരാജൻ, സാധുക്കളായ മുനികുമാരന്മാർ അവരെ ഉപദ്രവിക്കരുതെന്നല്ലേ രാജഗുരു പറഞ്ഞത്? നേരാണ്. പരമസാധുക്കളായ മുനികുമാരന്മാർ. ഈശ്വര നാമജപം നിരോധിച്ചതാരാണെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്? നാം ഭോജരാജാവായ കംസൻ, മധുരയുടെ മഹാരാജൻ. കൊള്ളാം, നല്ല ഐശ്വര്യമുള്ള മുഖങ്ങൾ. പറയൂ, ആരാണ് നിങ്ങൾ? യദുകുലാചാര്യനായ ഗർഗ മഹർഷിയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് ഞങ്ങൾ, കൗശികന്റെ മക്കൾ. കംസരാജ്യത്തിൽ കൗശികസുതന്മാർക്ക് എന്ത് കാര്യം? ഞങ്ങൾ വഴിതെറ്റി വന്നതാണ്. നാട് നീളെ നാരായണ നാമം പാടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. കൊള്ളാം, നല്ലൊന്നാന്തരം തൊഴിൽ. രാജഗുരു, ഇവർക്ക് എന്ത് സമ്മാനമാണ് നാം നൽകേണ്ടത്? അവർക്കുള്ള സമ്മാനം ഭഗവാൻ തന്നെ നൽകട്ടെ പ്രഭു. അവരെ വിട്ടയക്കണം. വിട്ടയക്കാനോ? നാം വിലക്ക് കൽപ്പിച്ച ജീവിതചര്യയുമായി നാട്ടിൽ അതിക്രമിച്ചു കയറിയ ഇവരെ വിട്ടയക്കാനോ? വിലക്ക് ലംഘിച്ചവരെ വിലങ്ങ് വെക്കാതെ വിട്ടയക്കാൻ മാത്രം വിഡ്ഢിയാണ് നാമെന്ന് കരുതുന്നുണ്ടോ രാജഗുരു? ശിക്ഷിക്കണം. മേലിൽ ആരും ഇത് ആവർത്തിക്കാതിരിക്കാൻ നാം കൊടുക്കുന്ന മാതൃകാപരമായ ശിക്ഷ അല്ലേ മന്ത്രി സത്തമ? അതെ മഹാരാജൻ. ശിക്ഷിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? അതിനിയും മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യത്തിൽ നാവ് നമ്മെ ഭജിക്കാൻ മാത്രം, കാതുകൾ നമ്മുടെ ആജ്ഞ കേൾക്കാൻ മാത്രം, കൈകൾ നമ്മുടെ പാദങ്ങൾ തഴുകാൻ മാത്രം. അതിന് വിപരീതമായി സന്ദേശങ്ങൾ പാടി നടക്കുന്നത് രാജ്യദ്രോഹമല്ലേ മക്കളെ? പറയൂ. നാരായണ നാമജപം രാജ്യദ്രോഹമോ? പൂജയും ഭജനയും വിലക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് മഹാരാജൻ? നമുക്ക്, ഈ കംസ മഹാരാജന്. കഷ്ടം. ഗുരു, രാജകൽപ്പന ധിക്കരിച്ച ഈ അഹങ്കാരികൾ പറയുന്നത് കേട്ടില്ലേ? മഹാരാജൻ, കാറ്റിന്റെ ഗതി, നദിയുടെ ഒഴുക്ക്, കുയിലിന്റെ പാട്ട്, ഈശ്വരന്റെ ഇച്ഛ, ഇതൊന്നും ആർക്കും തടയുവാൻ കഴിയും. നമുക്കത് സാധ്യമാകും. ഭഗവത് നാമം ഒഴുകുന്ന ഈ മുനികുമാര ഖണ്ഡങ്ങൾ ഛേദിച്ചാൽ നിലയ്ക്കില്ലേ രാജഗുരു ഇവരുടെ കീർത്തനം? രാജഗുരുവിന് വർഗസ്നേഹമല്ല, രാജസ്നേഹമാണ് വേണ്ടത്. യജമാന സ്നേഹമാണ് വേണ്ടത്. ക്ഷീരമേകുന്ന കരങ്ങളിൽ ദംശിക്കാൻ ഒരുമ്പെടരുത് രാജഗുരു. രാജഗുരു കംസരാജധാനിക്ക് അലങ്കാരം മാത്രമായിരുന്നാൽ മതി. മിണ്ടാം, നമ്മുടെ ഇച്ഛകൾക്ക് സമ്മതം മൂളാൻ മാത്രം. പ്രഭു, ഇത് ഈശ്വരനിന്ദയ്ക്ക് സമാനമാണെന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങേക്കുമില്ലേ ഈശ്വര വിശ്വാസം? ഇല്ല,
കംസനുള്ളത് ആത്മവിശ്വാസം മാത്രം. ആ ആത്മം തന്നെയല്ലേ ഈശ്വരൻ? ആ, ആത്മീയ സംവാദ സദസ് അല്ലിത്. ഇവിടെ നടക്കുന്നത് വിചാരണയാണ്. രാജകൽപ്പന ലംഘിച്ച ഈ ധിക്കാരികളുടെ വിചാരണ. പ്രദ്യോത, പ്രഭു, ഗർവിഷ്ഠരായ ഈ കുടില ബാലകന്മാർക്ക് നാം എന്ത് സമ്മാനമാണ് നൽകേണ്ടത്? പാമ്പ് ചെറുതാണെങ്കിലും പ്രഹരിക്കുന്ന ദണ്ട് വലുതാവണം. ആ, തടവറയിൽ അടച്ചയുടൻ ആദ്യ സമ്മാനം 50 ചാട്ടമാറടി, വിശപ്പടക്കാൻ കുതിരച്ചാണകം, ദാഹം തീർക്കാൻ കഴുതമൂത്രം, മരണം വരെ കാരാഗ്രഹവാസം. ഒന്നിനും ഒരു കുറവും വരുത്തില്ല. അതെ, അതുതന്നെയാണ് വേണ്ടത്. ഉത്തരവ്. നോക്കി നിൽക്കാതെ പിടിച്ച് തടവറയിൽ അടക്കിൻ. ഉത്തരവ്. അനക്കമില്ല. 100 വീതമാ വേണ്ടിയിരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ ആര് കൽപ്പിച്ച വിലക്കാണെന്ന്? പോവാ. നാളില്ല, നാളെയുമില്ല.
അക്രൂരരെ, കൗശികസുതന്മാരായ 2 മുനികുമാരന്മാർ വഴിതെറ്റി കൊട്ടാരത്തിൽ വന്നു നാരായണനാമവും പാടി. കംസഭടന്മാർ അവർക്ക് വിധിച്ചത് തുറുങ്കും ചമ്മട്ടി കൊണ്ടുള്ള മർദ്ദനവും. മഹാപാപം, മഹാപാപം. ഒന്ന് മയപ്പെടുത്താമെന്ന് കരുതി നാം എന്തോ പറഞ്ഞപ്പോൾ കയർത്ത് കംസരാജൻ പറഞ്ഞ വാക്കുകൾ ഓർത്താൽ ഇന്ന് വിട പറയണം ഇവിടെ നിന്ന്. അക്രൂരരെ, ഈ രാജധാനിയിൽ ധർമ്മബോധമുള്ളവനായി അങ്ങൊരാൾ മാത്രമേയുള്ളൂ. കംസ സൈന്യത്തിൻ്റെ നായകന്മാരിൽ ഒരാളാണെങ്കിലും ഭവാന്റെ ചിത്തത്തിൽ ഭഗവത് ജപങ്ങളാണ് സദാ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നാം വിളിപ്പിച്ചത്. രഹസ്യമായൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, യാത്ര പറയാൻ. അങ്ങ് ഇവിടം വിട്ടു പോകരുത്. രാജഗുരു കൂടി പോയാൽ. രാജഗുരു? അക്രൂരരെ, രാജാവില്ലാത്ത രാജ്യത്ത് എന്തിന് രാജഗുരു? യഥാർത്ഥ രാജാവ് ഗൃഹബന്ധനത്തിലല്ലേ? ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് കേവലം യുവരാജാവ് മാത്രമായ കംസൻ. യഥാർത്ഥ മഹാരാജാവ് ചിറകെട്ടി നിർത്തപ്പെട്ട മഹാനദി പോലെ വീർപ്പ് മുട്ടി വീട്ടുതടങ്കലിൽ. പാവം, ഇന്നത്തെ സംഭവങ്ങൾ അറിഞ്ഞ് കംസനെ ഗുണദോഷിക്കാൻ വിളിച്ചിരിക്കുന്നു. ഉഗ്രസേന മഹാരാജാവിന്റെ മറ്റൊരു പാഴ്ശ്രമം. അങ്ങയുടെ നാമധേയം ഓർക്കുമ്പോഴൊക്കെ നാം ആലോചിച്ചു പോകാറുണ്ട്. അക്രൂരൻ, ക്രൂരത തെല്ലുമില്ലാത്തവൻ. അത് അന്വർത്ഥമാക്കുന്ന ഒരു രാജാവ് മധുരാപുരിയിലുണ്ടാവണം. അത്തരത്തിലൊരു രാജാവായിരുന്നു ഉഗ്രസേന മഹാരാജാവ്. പക്ഷേ വിധിയല്ല, അധികാരക്കൊതി നമ്മുടെ യുവരാജാവിന്റെ. അതിനറുതി വരാൻ കാലമായെന്ന് നമ്മുടെ മനസ്സ് പറയുന്നു. ഇന്നോളം കംസ മഹാരാജൻ ചെയ്ത ആസുരകർമ്മങ്ങളിൽ അതിനീചമാണ് ഇന്നത്തേത്. അതും സഹിച്ചു നിൽക്കാൻ നമുക്കിനി ആവില്ല അക്രൂരരെ. അങ്ങയുടെ വ്യാകുലത മനസ്സിലാകുന്നു ഗുരു. നിന്ന അതാരോടായാലും പാപമാണ്. പരനിന്ന മഹാപാപം. അതിനേക്കാൾ പാപമാണ് ഗുരുനിന്ന. അങ്ങയോട് മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ടല്ലോ കംസരാജൻ. ഇടയ്ക്ക് സ്നേഹപൂർവമായ ചില ഉപദേശങ്ങൾ വിരോധം തോന്നാത്ത വിധത്തിൽ അങ്ങയ്ക്ക് നൽകിക്കൂടെ? ശ്രമിക്കാറുണ്ട്. ഒക്കെ പാഴ്ശ്രമങ്ങളായി പൊലിയുമെന്നു മാത്രം. ഗുരു, ഭഗവത് സ്തുതി ചിത്തത്തിൽ ഒതുക്കി രാജസ്തുതികൾ മാത്രം നാവാൽ മുഴക്കി കപടനാടകമാടാൻ വിധിക്കപ്പെട്ട ഒരുവനാണ് ഈ അക്രൂരൻ. അങ്ങയുടെ ധർമ്മസങ്കടം സരസമായി പറഞ്ഞു. അക്രൂരരെ, നമ്മുടെ രാജാവ് ഇനിയും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. നാം അത് അങ്ങയോട് വിശിഷ്യ പറയേണ്ടതില്ലല്ലോ. എങ്കിലും പറഞ്ഞു പോകുന്നു. ഇരിക്കുന്ന പീഠങ്ങളല്ല, അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് ഒരുവൻ ഉന്നത സ്ഥാനം സമ്മാനിക്കുന്നത്. ശരിയാണ് ഗുരു. എന്റെ മനസ്സിലിപ്പോൾ വല്ലാത്ത ഭയം. മധുരാ നഗരത്തെ ഒരു മുനിശാപം ഗ്രസിക്കുമോ എന്ന ഭീതി. നമുക്കും അതേ ഭീതിയുണ്ടുള്ളിൽ. പക്ഷേ ഭയന്നിരിക്കാനല്ലാതെ ഒരു പരിഹാരത്തിനിറങ്ങി പുറപ്പെടാൻ എനിക്കെൻ്റെ ഈ രാജഗുരുസ്ഥാനം പോലും തുണയാകുന്നില്ല. അങ്ങേക്കറിയാമല്ലോ, നിസ്വാർത്ഥമായ സൗമനസ്യം, ലക്ഷ്യം ജനക്ഷേമം, അതാവണം രാജാവ്. അതില്ലാത്ത രാജാവിന് എന്ത് രാജത്വം? രാജത്വമില്ലാത്ത രാജ്യത്ത് എന്തിന് രാജഗുരു? അരുത്, അങ്ങ് വിട വാങ്ങരുത്. ഈ ഉള്ളവന്റെ അപേക്ഷയാണ്. ഇല്ല അക്രൂരരെ, തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നേർവഴി ഉപദേശിക്കുവാനാണ് രാജഗുരു. ഒരു വൈദ്യനെ പോലെ രാജാവിൻ്റെ ഹൃദയം ചികിത്സിച്ച് ഭേദമാക്കേണ്ടവൻ. പക്ഷേ വൈദ്യൻ സ്വാധീനത്തിലുണ്ടെന്ന് കരുതി സ്വയം വിഷം കഴിക്കുന്ന ഒരാളിൻ്റെ മുന്നിൽ എന്ത് ഊഴമാണ് നാം കാത്തിരിക്കേണ്ടത്? ഗുരു, സമചിത്തതയുള്ള സമാദരണീയനാണങ്ങ്. രാജസദസ്സിൽ അപമാനങ്ങളേറെ സഹിച്ചാണ് അങ്ങ് കഴിയുന്നതെന്നും ഈ ഉള്ളവനറിയാം. എങ്കിലും ഏതു വിധമെങ്കിലും അങ്ങിവിടെ നിന്നേ തീരൂ. അങ്ങേക്ക് നിർവഹിക്കാൻ എന്തോ ചില ദൗത്യങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്ന് മനസ്സ് പറയുന്നു. ഗുരു, അങ്ങ് തീരുമാനം മാറ്റണം.
എല്ലാം ഭഗവത് കരങ്ങളാൽ നേരെയാക്കപ്പെടും. സാക്ഷാൽ നാരായണമൂർത്തിയാൽ. അരുത്, ആ നാമം ഇവിടെ ഉച്ചരിക്കരുത്. അറിയില്ലേ അക്രൂരരെ? അറിയാം. പക്ഷെ ഗുരു, ജനഹൃദയങ്ങളിലെ നാമജപത്തിന് വിലങ്ങ് വയ്ക്കാൻ ഒരു കൽപ്പനയ്ക്കുമാവില്ല. കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടാലും ഭക്തന്റെ മനസ്സിൽ സദാ നാമജപങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. ഗുരു, അങ്ങനെ കാരാഗ്രഹത്തിൽ നിന്നുയരുന്ന മൗനമായ ജപധ്യാനങ്ങൾക്ക് ഭഗവാൻ ചെവി കൊടുക്കുന്നില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? ഭഗവത് നാമം വിലക്കിയ നാട്ടിൽ ഭഗവത് കടാക്ഷം സംഭവിക്കില്ല എന്ന് കരുതുന്നുണ്ടോ? നമുക്ക് കാത്തിരിക്കാം ഗുരു, ഭൂമിയോളം ക്ഷമിച്ച് കാത്തിരിക്കാം. ഭഗവത് കൃപയാൽ മധുരാപുരി അനുഗ്രഹിക്കപ്പെടും വരെ. അതുവരെ ഗുരു അങ്ങുണ്ടാകണം, ഒപ്പം. അങ്ങയുടെ വാക്കുകൾക്ക് നാം കീഴടങ്ങുന്നു. യാത്ര പറയാനാണ് വിളിപ്പിച്ചത്. പക്ഷേ അങ്ങനെ കീഴടക്കി കളഞ്ഞു മഹാശയൻ.